ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. വിഷ്ണു ശാലിനിയുടെ പുതിയ ഭാഗമാണ്. അപ്പം ശാലിനി നമ്മുടെ സത്യാമ്മയുടെ വിഷ്ണുലോകം ഹോട്ടൽ 7ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശാലിനിക്കുള്ള ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷേ ശാലിനിക്ക് അവിടെ പോകാനുള്ള ഒരു മടി കാരണം ശാലിനി അന്വേഷിച്ച് കളക്ടറേറ്റിലെത്തിയ നമ്മുടെ തേജസ്വിനി കളക്ടറെയാണ് ശാലിനി വിട്ടത്. എന്നിട്ട് ശാലിനി അതിനൊപ്പം ആ കാറിൽ തന്നെ തേജസ്വിനിയോടൊപ്പം പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടിയാണ് അവിടെ ചെന്നത്. അപ്പോൾ തേജസ്വിനിയാണ് നമ്മുടെ സത്യാമ്മയും വിഷ്ണുവും എല്ലാവരും കണ്ടത്. അപ്പോൾ വിഷ്ണുവിന് വളരെ സങ്കടം ഉണ്ടായി, ശാലിനി അല്ലല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ശാലിനി എവിടെ പോയി, ശാലിനി തന്നെ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് ഭയങ്കര സങ്കടമായിരുന്നു. കുട്ടികളുടെ അടുത്ത് നമ്മുടെ പപ്പിയോടും സത്യയോടും ഒക്കെ വിഷ്ണു പറയുകയും ചെയ്തു എന്ന് ചേച്ചിയമ്മ ഉണ്ടാവുമെന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ തേജസ്വിനി ചെന്നു അവിടെ ഇനാഗുറേഷൻ നടത്തുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ കുട്ടികൾക്കുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പപ്പിയോടും സത്യയോടും ഒക്കെ. അപ്പോൾ സത്യയും പപ്പിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ അവരുടെ ഇഷ്ടമുള്ളൊരു വ്യക്തിയെ പറഞ്ഞപ്പോൾ നമ്മുടെ പപ്പി പറഞ്ഞത് അവളുടെ വല്യച്ഛൻ വിഷ്ണുവിനെയാണ്. എന്നാൽ നമ്മുടെ സത്യ നമ്മുടെ ശാലിനി അവളുടെ അമ്മയെ പറഞ്ഞുവെങ്കിലും അവളുടെ ലൈഫാണ് അവളുടെ അമ്മ എന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് അച്ഛനെ വേണമെന്നും അച്ഛനോട് കുറച്ച് സംസാരിക്കണമെന്നും അച്ഛനെ കുളിപ്പിക്കുന്നതും ഉറക്കുന്നതും ഒക്കെ അവൾ ഇഷ്ടമാണെന്നൊക്കെ അവൾ പറയുമ്പോൾ ശാലിനി ഇത് കേട്ട് ഭയങ്കര സങ്കടമാവുകയാണ്. വിഷ്ണുവും അതിനൊപ്പം വിഷ്ണു മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ സത്യാമ്മയും ഉൾപ്പെടെ എല്ലാവരും ഇത് കേൾക്കുകയാണ്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തേജസ്വിനിയോട് നമ്മുടെ സത്യാമ്മ പറയണം, മോളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. മോൾക്ക് എനിക്ക് ഞാൻ തല ചുറ്റി റോഡിൽ കിടന്നപ്പോഴും എനിക്കെല്ലാം എൻ്റെ വിഷ്ണു ലോക്കപ്പിലായപ്പോഴൊക്കെ മോളാണ് ഒത്തിരി സഹായിച്ചത്. അതുകൊണ്ട് മോളോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ശാലിനി ഇത് കാണുന്നുണ്ട്. എന്നിട്ട് കളക്ടർ സ്വീകരിക്കുന്നതിന് പൊന്നാട അണിയിച്ച് സ്വീകരിക്കാൻ വേണ്ടി അവർ സത്യാമ്മയും തേജസ്വിനിയും കൂടെ സ്റ്റേജിലേക്ക് കയറുകയാണ്. എന്നിട്ട് പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മ ഇങ്ങനെ നമ്മുടെ തേജസ്വിനിയെക്കുറിച്ച്, അതായത് തേജസ്വിനി കളക്ടറെക്കുറിച്ചാണ് പറയുന്നത്. ശരിക്കും അത് തേജസ്വിനി അല്ല, നമ്മുടെ ശാലിനിയാണ്. പക്ഷേ ശാലിനി ആണെന്ന് അറിയത്തില്ലല്ലോ, ശാലിനി അവിടെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ അന്നേരം തേജസ്വിനെക്കുറിച്ചൊക്കെ വളരെ നല്ല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ സത്യാമ്മ അവിടുത്തെ ഇനാഗുറേഷൻ തേജസ്വിനി ഉദ്ഘാടനം ചെയ്ത് പൊന്നാട അണിയിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിഷ്ണുവിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ശരിക്കും ശാലിനിയെ കാണാത്തതിൽ, ശാലിനി വരാത്തതിൽ, ശാലിനി അല്ലാതിരുന്നതിൽ ഒക്കെ സങ്കടമാണ്. എന്നിട്ടും നമ്മുടെ സത്യാമ്മ എന്തോ പറ്റി തേജസ്വിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തേജസ്വിനി പറയണേ ഇനി ഞാൻ ഇറങ്ങിയാണ് സത്യാമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം നമ്മുടെ ശാലിനി ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓടി നമ്മുടെ കളക്ടറുടെ ഔദ്യോഗിക വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും തേജസ്വിനി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ കാറിലേക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മുടെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ നമ്മുടെ കളക്ടറടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞ് കാറിനടുത്തേക്ക് വരികയാണ്. കാറിനടുത്തേക്ക് വന്ന് ഇങ്ങനെ കുറച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തേജസ്വിനി നല്ല കാര്യമായിട്ടൊക്കെ അവരോട് ചിരിച്ച് കളിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ശാലിനി ഇരിപ്പുണ്ട്. അപ്പോൾ ശാലിനി ഇങ്ങനെ ഇരുന്ന് അവർ നോക്കിയിട്ട് പിന്നെ നോക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ വിഷ്ണു അങ്ങോട്ടേക്ക് വന്നിട്ട് വിഷ്ണുവിന് ഭയങ്കര സങ്കടമാണ്. വിഷ്ണു തൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന മാലയൊക്കെ ഇങ്ങനെ ചുറ്റി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി താനിവിടെ എവിടെയോ ഉണ്ട്, എനിക്കറിയാം, തൻ്റെ ഒരു സാമീപ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ടെന്നൊക്കെ വിഷ്ണു ഇങ്ങനെ പറയും. എന്നിട്ട് ശാലിനി ഇങ്ങനെ ഓരോ കണ്ണുകളിൽ ഇങ്ങനെ നോക്കിയതിന് ശേഷം വിഷ്ണു പെട്ടെന്ന് കാറിലേക്ക് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ കാറിലേക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ കണ്ടിങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ പപ്പിയും സത്യയും കൂടി ഇങ്ങനെ വിഷ്ണുവിനെ നോക്കി വരുമ്പോൾ വിഷ്ണു നമ്മുടെ കുറച്ച് പുറത്തേക്ക് ഇരുന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ അന്നേരം ചോദിക്കുന്നുണ്ട്, ചേച്ചിയമ്മ വന്നില്ലല്ലേ, സങ്കടമായോ എന്നൊക്കെ. വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല, ഒന്നും മിണ്ടുന്നതുമില്ല. എന്നിട്ട് നമ്മുടെ രണ്ട് കുട്ടികളും കൂടെ പറയുകയാണ്, വിഷമിക്കണ്ട, എന്തായാലും ചേച്ചിയമ്മ വിഷ്ണു അച്ഛനെ കാണുന്നതിന് ഇങ്ങോട്ട് തന്നെ വന്നോളൂ, അപ്പോൾ അത് വിഷമമൊന്നും വേണ്ട എന്നൊക്കെ നമ്മുടെ പപ്പിക്കുട്ടി പറയുകയാണ്. അപ്പോൾ സത്യം പറയുകയാണ്, ബിഗ് ഫ്രണ്ട് എന്തിനാണ് വിഷമിക്കുന്നത്, എല്ലാം ഉടനെ ശരിയാകും എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സത്യ പറയാണ്, ഫോണൊന്ന് തരുമോ, എൻ്റെ അമ്മ വരാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല, അപ്പോൾ അമ്മയ്ക്ക് എന്തോ തിരക്കായി പോയി കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഫോൺ തന്നാൽ ഞാൻ വിളിക്കാമെന്ന്. അങ്ങനെ വിഷ്ണു ഫോൺ അങ്ങ് നീട്ടുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇതിൻ്റെ പാസ്വേഡ് എങ്ങനെയാണ് ഓൺ ചെയ്യുക. അപ്പം നമ്മുടെ പപ്പി പറയണമെങ്കിൽ എടുക്ക്, ഞാൻ ചെയ്തുതരാമെന്ന്. അങ്ങനെ നമ്പർ പപ്പി പറഞ്ഞു കൊടുത്ത് നമ്മുടെ സത്യ അതൊക്കെ ചെയ്തിട്ട് ശാലിനിയെ വിളിക്കുന്നുണ്ട്. ശാലിനി നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കോളാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞിട്ട് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും ഒന്നുകൂടി ആ കുട്ടി വിളിക്കുന്നുണ്ട്, അപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നിട്ട് നമ്മുടെ ശാലിനി അറിയുന്നില്ലല്ലോ സത്യമാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ എന്നിട്ടും ആ കോളൊന്നും അറ്റൻഡ് ഇരുന്നതിന് ശേഷം നമ്മുടെ വിഷ്ണുവിന് ഫോൺ തിരികെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ എന്തോ അത്യാവശ്യത്തിൽ അങ്ങനെ മറ്റോ ആണ്, അല്ലെങ്കിൽ പിന്നെ അമ്മ കോൾ എടുക്കാതിരിക്കത്തില്ല എന്നൊക്കെ നമ്മുടെ സത്യ പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണുവിന് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വിഷ്ണു മറ്റൊരു ലോകത്തേക്കാണ്, ശാലിനിയെ വരാത്തതിൻ്റെ, ശാലിനി നഷ്ടപ്പെട്ടതിൻ്റെ, ശാലിനി കാണാൻ പറ്റാത്തതിൻ്റെ ഒക്കെ സങ്കടത്തിലാണ് ഇരുന്നത്.
ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ശാലിനി പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വിഷ്ണു അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് ഓരോന്നിങ്ങനെ പരതി ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ കാറിനകത്തേക്ക് നോക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവും പരസ്പരം കാണുകയാണ്. ശാലിനിയും വിഷ്ണു ഇങ്ങനെ പരസ്പരം കാണുമ്പോൾ തന്നെ ശാലിനിയുടെയും എന്താ പറയുക ഇങ്ങനെ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ അന്തം വിടുന്നുണ്ട്, വിഷ്ണു അന്തം വിടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശാലിനി പറയുന്നുണ്ട്, രാമേട്ട വണ്ടി എടുക്കുന്നു. അങ്ങനെ പെട്ടെന്ന് വണ്ടി എടുക്കുമ്പം നമ്മുടെ വിഷ്ണു പുറകെ ഓടുന്നു, ശാലിനി ശാലിനി എന്ന് വിളിച്ച് ആ വണ്ടിയുടെ ബാക്കിൽ ഓടുന്നുണ്ട്. ശാലിനി തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും തേജസ്സിനെ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ പറയേണ്ട വിഷ്ണു അല്ലേന്ന്. എന്താ ശാലിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ശാലിനി നന്നായിട്ട് സങ്കടത്തോടെ കരയുന്നുണ്ട്. അപ്പോൾ അന്നേരം വിഷ്ണു പുറകെ ഓടിയിട്ട് പോലും നമ്മുടെ ശാലിനി വണ്ടി നിർത്തിയിട്ടുമില്ല, അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിന് വീണ്ടും ഭയങ്കര സങ്കടമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശാരദാമ്മയുടെ വീടാണ് കാണിക്കുന്നത്. ശാരദാമ്മ ഇങ്ങനെ വീട്ടിൽ ഓരോന്നിങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കുമ്പോൾ ശാരദാമ്മയെന്ന് വിളിച്ച് ആരോ വരുന്നുണ്ട്. അപ്പോൾ അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ശാന്തയാണോടി എന്ന ഹോട്ടൽ പൂട്ടി എല്ലാം കഴിഞ്ഞു, എനിക്ക് പൂട്ടിയിട്ട താക്കോൽ അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ വീണ്ടും ശാരദാമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ ഇവരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു പഴയ അതാണ് നമ്മുടെ ശ്യാമ ഇടയ്ക്ക് പണ്ട് ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഇതിലായിരുന്നു. അപ്പം ഒരു കുത്തിക്കൊടുത്തൊരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയാണ് വന്നിരിക്കുന്നത്. അവരുടെ സംസാരവും അതൊക്കെ രീതിയൊക്കെ പെരുമാറ്റമൊക്കെ ഒരു തരം ഭ്രാന്തിൻ്റെ, അതായത് എന്തോ ഒരു തലയ്ക്ക് ഇല്ലാത്തത് പോലെയൊക്കെയാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചാണ് ശാരദാമ്മയുടെ ആ എപ്പിസോഡ് അവിടെ പൂർണ്ണമാകുന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്